അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ്സ് റിമൈൻഡർ 1 on dividing by 3 and sequence of natural numbers which leaves remainder 2 on divided by 3. 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യയുടെയും 2 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യയുടെയും ശ്രേണി എഴുതുക. ഓക്കെ, സോ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യയാണ് എണ്ണൽ സംഖ്യ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ്. സോ നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 1 മുതലാണ് അല്ലേ? സോ 1 മുതൽ 1, 2, 3 അങ്ങനെയാണ് എണ്ണയിൽ പോവുക. ഓക്കെ, അതിൻ്റെ ഇടയിൽ പോയിന്റ് നമ്പറുകളോ മറ്റ് ഫ്രാക്ഷൻസോ ഒന്നും വരില്ല, ഹോൾ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അതാണ് എന്തെന്ന് പറയുന്നത്? നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ ആണല്ലോ. സോ ഈ നാച്ചുറൽ നമ്പേഴ്സിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എന്ത് വരണം? 1 വരണം. എന്ന് വെച്ചാൽ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടണം? ശിഷ്ടം കിട്ടണം. ഒരു നമ്പർ, ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഒരു നമ്പർ എഴുതുകയാണെന്ന് വിചാരിക്കാം. 5 എന്ന് പറയുന്ന ഒരു നമ്പർ ഞാൻ എടുത്തു. ഓക്കെ, ഈ 5നെ ഞാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം പോകും? 5ലെ 3 കറക്റ്റായിട്ട് ഒരു പ്രാവശ്യം പോകും അല്ലേ? 1 × 3 3. അപ്പോൾ 5ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ ബാക്കി എത്ര കിട്ടും? റിമൈൻഡർ കിട്ടും. ഓക്കെ, സോ ഈ മുകളിൽ കിടക്കുന്ന നമ്പറാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? കോഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നതും താഴെ കിട്ടുന്ന ഈ റിമൈനിങ് വരുന്ന സാധനമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? റിമൈൻഡർ എന്ന് പറയുന്നതും. സോ 3 എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ഡിവൈഡ് ചെയ്യാനുള്ള സാധനമാണ്. ഓക്കെ, സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞേക്കുവാണ് നേച്ചുറൽ നമ്പേഴ്സിന് ഇതുപോലെ ഡിവൈഡ് ചെയ്യണം. ഓരോ നമ്പേഴ്സിനും നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യണം? ഇതുപോലെ ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണോ ആ നമ്പേഴ്സിനെ നമ്മൾ എന്തായിട്ട് എഴുതണം? സീക്വൻസ് ആയിട്ട് എഴുതണം. അതേപോലെ തന്നെ 3 കൊണ്ട് തന്നെ നാച്ചുറൽ നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണോ അത് നമ്മൾ എന്തായിട്ട് എഴുതണം? ശ്രേണിയായിട്ട് എഴുതണം, സീക്വൻസ് ആയിട്ട് എഴുതണം. ക്വസ്റ്റ്യൻ നല്ല വൃത്തിയായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം എഴുതുവാണ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സ്? ഞാനിവിടെ എഴുതുവാണ് നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6 അങ്ങനെ 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 പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് നാച്ചുറൽ നമ്പർ എടുക്കുക. ഫസ്റ്റ് നാച്ചുറൽ നമ്പർ ഏതാ? 1 ആണ്. ആ 1നെ ഞാൻ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് ഏതാ ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ട നമ്പർ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എന്ന് പറയുന്നത് 3യിൽ എന്ത് ചെയ്യില്ല? പോവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മേലെ ഒരു 0 ഇട്ട് കൊടുക്കും. 0 × 3 എന്ത് കിട്ടും? 0 എന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ റിമൈൻഡർ എത്ര കിട്ടി? 1 എന്ന് കിട്ടി. മനസ്സിലായി? ഓക്കെ, ഇതേപോലെ ഞാൻ എന്തെടുക്കുകയാണ്? 2 എന്ന് പറയുന്ന നമ്പർ, അടുത്ത നാച്ചുറൽ നമ്പറായ 2 എടുക്കുകയാണ്. അതും ഞാൻ ഇതുപോലെ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 3ൽ 2 പോവോ? ഇല്ല. അപ്പോൾ നമ്മൾ വീണ്ടും എന്തിട്ടു? മുകളിൽ 0 ടു 0 × 3 = 0 എന്ന് തന്നെ കിട്ടി. ബാക്കി എത്ര കിട്ടും? റിമൈൻഡർ 2 എന്ന് കിട്ടും. അടുത്ത നാച്ചുറൽ നമ്പർ ഞാൻ എടുക്കുകയാണ്. 3 എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ എടുക്കാം. 3 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പറിനെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 3ൽ 3 കറക്റ്റ് എത്ര പ്രാവശ്യം പോവും? ഒരു പ്രാവശ്യം പോവും. ഓക്കെ, 1 × 3 = 3. അപ്പോൾ റിമൈൻഡർ എത്ര വരും? 3 - 3 = 0. ഇനി ഞാൻ വീണ്ടും അടുത്തൊരു 4 നമ്പർ, നിങ്ങൾക്ക് ഏകദേശം റൂൾ മനസ്സിലായിട്ടുണ്ടാവും, എന്നാലും ഞാൻ ഒരെണ്ണം കൂടി കാണിക്കാം. അടുത്ത 4 എന്ന് പറയുന്ന സംഖ്യ എടുക്കുകയാണ്. 4നെ ഞാൻ എന്തെടുക്കുകയാണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര എത്ര പ്രാവശ്യം പോവും? ഒരു പ്രാവശ്യം പോവും. സോ 1 × 3 = 3. 4 - 3 റിമൈൻഡർ വീണ്ടും എന്ത് കിട്ടി? 1 കിട്ടി. ഇതേപോലെ ഞാൻ ജസ്റ്റ് 5ഉം കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. എല്ലാ നമ്പറും ഇതുപോലെ നമ്മൾ ചെയ്യണമെന്നില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 5 ഞാൻ ഇതുപോലെ ചെയ്യുമ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യം പോകും. 1 × 3 = 3. 5 - 3 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 2 എന്ന ആൻസർ കിട്ടും. സോ നമുക്കിവിടെ മുകളിലുള്ള കോഷ്യൻറ്റിന് അവിടെ എന്തില്ല? ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മളോട് ചോദിച്ചേക്കുന്നത് റിമൈൻഡർ 1 കിട്ടുന്നതും 2 കിട്ടുന്ന നമ്പേഴ്സാണ് എഴുതേണ്ടത്. അതായത് ശിഷ്ടം 1 കിട്ടുന്ന നമ്പറുകളും 2 കിട്ടുന്ന നമ്പറും. ഇനിയിപ്പോൾ 6 എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം പോകും. സോ 2 × 3 = 6. ആ 6 - 6 = 0 കിട്ടും. ഇവിടെ റിമൈൻഡേഴ്സ് നോക്കിയേ. ആദ്യം 1 കിട്ടി, പിന്നെ 2, പിന്നെ 0,
പിന്നെ വീണ്ടും 1, പിന്നെ 2, വീണ്ടും 0, 1, 2, 0, അങ്ങനെ 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 സോ ഓൺ അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ എന്താ? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ ഗിവിങ് റിമൈൻഡർ 1. ഓക്കെ. സോ ഞാൻ എഴുതുകയാണ് സീക്വൻസ് ഓഫ് natural numbers which leaves remainder 1. റിമൈൻഡർ 1. ഓക്കെ. അതേതൊക്കെയാ? റിമൈൻഡർ 1 കിട്ടുന്ന ആദ്യം എന്താ എനിക്ക് കിട്ടിയത്? ആദ്യം എനിക്ക് എന്ത് വന്നു? 1. 1ന് എന്താ റിമൈൻഡർ 1 കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആര് വന്നു? 4 വന്നു. അത് കഴിഞ്ഞ് പിന്നെ ആര് നമ്പർ ആയിരിക്കും വരിക? സോ ഇവിടെ നോക്കിയേ, ഓരോ നമ്പർ കഴിയുമ്പോൾ അടുത്ത നമ്പറിലോട്ട് എത്താൻ വേണ്ടിയിട്ട് എന്ത് കൂടുന്നുണ്ട്? 3 കൂടുന്നുണ്ട് അല്ലേ? അപ്പോൾ അടുത്ത നമ്പറിലോട്ട് എത്താൻ വേണ്ടിയിട്ട് എന്തായിരിക്കും? 3 ആയിരിക്കും കൂടേണ്ടി വരിക. സോ 4 + 3 = 7. അടുത്ത നമ്പർ കിട്ടാനോ അതിൻ്റെ കൂടെ 3 കൂട്ടാം. കാരണം 7 + 3 = 10 കിട്ടും. ഓക്കെ, ശരിയാണോ നോക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു? 10നെ വെറുതെ 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, 3 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം പോകും. 3 × 3 9. 9 10 ന്ന് 9 കുറയ്ക്കുമ്പോൾ ബാക്കി 1 കിട്ടി. റിമൈൻഡർ 1 അല്ലേ? സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഓരോ നമ്പർ കഴിഞ്ഞാൽ അടുത്ത നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ആഡ് ചെയ്ത് പോകേണ്ടി വരും? 3 ആഡ് ചെയ്ത് പോകണം. ചുരുക്കി പറഞ്ഞാൽ 3 ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? കോമൺ ഡിഫറൻസ്. ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്, ശ്രദ്ധിക്കുക. ഏതൊരു സാധനത്തിൻ്റെ ഈസ് ഡിവിസിബിൾ ബൈ എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ പറയുന്നു, അതൊരു അരിതമെറ്റിക് സീക്വൻസിനാണ് പോകുന്നതെങ്കിൽ അത് നിർബന്ധമായിട്ടും എൻ്റെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? ഏത് നമ്പറോടാണോ ഡിവിസിബിൾ ചെയ്തത് ആ നമ്പർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് നോക്കാം? 2ൻ്റെ സീക്വൻസ് എഴുതണം അല്ലേ? അടുത്ത് ഞാൻ എഴുതാണ് സീക്വൻസ് ഓഫ് natural numbers which leaves remainder 2. റിമൈൻഡർ 2. റിമൈൻഡർ 2 കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? ആദ്യത്തെ നമ്പർ ഏതാ? 2 ആണ്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കിട്ടിയത് എത്രയാണ്? 5 ആണ്. എത്ര കൂട്ടി നോക്കിയേ? 2 + 3 ആണ് എന്തെന്ന് പറയുന്നത്? 5 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 5 + 3 എന്തായിരിക്കും? 8 ആയിരിക്കും. 8 + 3 എന്തായിരിക്കും? 11 ആയിരിക്കും. അങ്ങനെ 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 പോകും. സോ ഇവിടുത്തെയും കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയാൽ 11 എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു? 3 കൊണ്ട് ഡിവിസിബിൾ ചെയ്തു. ഓക്കെ, 11 / 3 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം പോകും. 3 × 3 = 9. റിമൈൻഡർ എത്ര കിട്ടും? 2 കിട്ടും. ഓക്കെ ആണല്ലോ? റിമൈൻഡർ 2 കിട്ടുന്ന നമ്പേഴ്സ് എഴുതി. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സിനെ 3 കൊണ്ട് ഡിവിസിബിൾ ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്നതും 2 കിട്ടുന്നതുമായിട്ടുള്ള നമ്പേഴ്സിന് എന്തായിട്ട് എഴുതി? ശ്രേണിയാക്കിയിട്ട് എഴുതി, സീക്വൻസ് ആയിട്ട് എഴുതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 4th question. Write in ascending order the sequence of natural numbers with last digit 1 or 6. Describe this sequence in 2 other ways. 1ലോ 6ലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ വലുപ്പക്രമത്തിൽ എഴുതുക. ഈ ശ്രേണിയെ മറ്റു 2 തരത്തിൽ വിവരിക്കുക. ഈ ക്വസ്റ്റ്യൻ ഭയങ്കര എളുപ്പമാണ്. ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് ഒരു സീക്വൻസ് എഴുതണം. ആ സീക്വൻസ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സീക്വൻസ് ആണ്. എവിടെ നിന്ന് തുടങ്ങണം? 1ൽ നിന്നാണ് തുടങ്ങേണ്ടത്. പക്ഷെ അവിടെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മൾ പറഞ്ഞ സീക്വൻസിന് ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം? 1ഓ 6ഓ ആയിരിക്കണം. അത്രേ പറഞ്ഞുള്ളൂ. അതിൻ്റെ ഇടയിലുള്ള സംഖ്യകളൊന്നും വരാൻ പാടില്ല. അതായത് 2, 3, 5 അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരരുത്. 1ൽ അവസാനിക്കണം, 6ൽ അവസാനിക്കുന്ന നമ്പേഴ്സ് ഇങ്ങനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. അതായത് ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതാം. ഓക്കെ, സോ ഞാൻ എഴുതുകയാണ്. നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ സീക്വൻസ് എന്ന് പറയുന്നത് 1ൽ അവസാനിക്കുന്ന ആദ്യത്തെ നമ്പർ അതെന്തായാലും എന്തായിരിക്കും? 1 ആയിരിക്കും. അതായത് 0, 1. ഓക്കെ, രണ്ടാമത്തത് എന്തായിരിക്കും? 6ലാണ് എൻഡ് ചെയ്യാൻ പാടുള്ളൂ, 6. അത് കഴിഞ്ഞ് അടുത്ത 1 വരുന്നത് ഏതിലാണ്?
11-ലാണ്. അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഒന്നല്ലേ? അടുത്ത 6 വരുന്നത് ഏതിലായിരിക്കും? 16-ലായിരിക്കും. അടുത്തത് 21, 26, അങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കും. നോക്കിക്കേ, ഇവിടെ 1 എന്ന് പറയുന്ന നമ്പർ, ഞാൻ ആ നമ്പേഴ്സ് ഒന്നുകൂടെ താഴത്തേക്ക് എടുത്ത് എഴുതാം. 1, 6, 11, 16, 21, 26. 1 എന്ന് പറയുന്ന നമ്പർ 6 ആവാൻ വേണ്ടിയിട്ട് എന്ത് കൂട്ടണം അതിൻ്റെ കൂടെ? 5 കൂട്ടണം അല്ലേ? 5 എന്ന് പറയുന്നത് അല്ല, 6 എന്ന് പറയുന്നത് 11 ആവാൻ വേണ്ടിയിട്ട് എന്ത് കൂട്ടണം? 5 കൂട്ടണം. ഈ 11 എന്ന് പറയുന്നത് 16 ആവാൻ വേണ്ടിയിട്ട് വീണ്ടും എന്ത് കൂട്ടണം? 5 കൂട്ടണം. സോ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി? 5 ആണെന്ന് മനസ്സിലായി അല്ലേ? ഇതിനെ വേറൊരു രീതിയിൽ എങ്ങനെ പറയാം? റൈറ്റ് എ സീക്വൻസ് starting from 1 with common difference 5 അല്ലേ? അതൊന്ന് എഴുതി നോക്കി. 1 നിന്ന് തുടങ്ങണം. 1 നിന്ന് തുടങ്ങി 1 എന്ന് എഴുതി. അതിൻ്റെ കോമൺ ഡിഫറൻസ് എത്ര കൂട്ടണം? 5 കൂട്ടണം. 1-ൻ്റെ കൂടെ 5 കൂട്ടുമ്പോൾ അടുത്ത നമ്പർ കിട്ടണം അല്ലേ? അടുത്ത നമ്പർ എത്രയെന്ന് കിട്ടി? 6 എന്ന് കിട്ടി. ഇനി 6-ൻ്റെ കൂടെ അടുത്ത് വീണ്ടും കൂട്ടുമ്പോൾ 5 കൂട്ടുമ്പോൾ എന്ത് കിട്ടി? 11 എന്ന് കിട്ടി. ആ 11-ൻ്റെ കൂടെ വീണ്ടും 5 കൂട്ടുമ്പോൾ എന്ത് കിട്ടി? 16 കിട്ടി. ഇതന്നെയല്ലേ നമുക്ക് മുകളിലുള്ള സീക്വൻസ്. സോ മുകളിൽ ഒരു രീതിയിൽ പറഞ്ഞു, താഴെ ഞാൻ വീണ്ടും എൻ്റെ രണ്ടാമത്തെ രീതിയിൽ പറയാം. സോ ഫസ്റ്റ് ഞാൻ ആ സീക്വൻസ് എഴുതി, രണ്ടാമത്തെ എന്ത് ചെയ്തു? അതിന് വേറൊരു രീതിയിൽ പറഞ്ഞു. ഇനി ഇതിന് എന്തും കൂടെ പറയാൻ പറഞ്ഞിട്ടുണ്ട്? ഒരു ടൈപ്പിലും കൂടെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഡിവിസിബിൾ ബൈ 3 എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? 3 ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ? എന്ന് പറയുന്ന പോലെ ഇവിടെ എന്ത് പറഞ്ഞാൽ മതി? ഡിവിസിബിൾ ബൈ 5 ആയാൽ മതി അല്ലേ? നാച്ചുറൽ നമ്പേഴ്സിനെ ഡിവിസിബിൾ ബൈ 5 ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് കിട്ടണം? ഒന്ന് നോക്കിക്കേ. ഞാനിവിടെ 1-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1 ഡിവൈഡഡ് ബൈ 5 ചെയ്തു. എത്ര പ്രാവശ്യം? 0 പ്രാവശ്യം പോയി അല്ലേ? 0 × 5 = 5. ബാക്കി എന്ത് വരും? 0. സോ ബാക്കി എന്ത് വരും? റിമൈൻഡർ 1 വരും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാണ്? ഇതേപോലെ 6-നെയും ഞാൻ ഡിവൈഡ് ചെയ്യാം. 6-നെയും ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എത്ര പ്രാവശ്യം പോയി? ഒരു പ്രാവശ്യം. 1 × 5 = 5. അപ്പോഴും 6 - 5 = 1 എന്ന് കിട്ടും. സോ റിമൈൻഡർ എന്ത് കിട്ടി? 1 കിട്ടി. അല്ലെ, 5 കൊണ്ട് ഡിവിസിബിൾ ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന നാച്ചുറൽ നമ്പേഴ്സ് എഴുതുക. അപ്പോൾ ഇതിന് വേറെ രീതിയിൽ നമുക്ക് എങ്ങനെ പറയാം? റൈറ്റ് ദ സീക്വൻസ് which is divisible by 5 and getting a remainder of 1 അല്ലേ? getting a remainder of 1 അല്ലേ? ഓക്കെ, 1 മാത്രം മതി. അതായത് ഫസ്റ്റ് നമ്പർ 5, സെക്കൻഡ് നമ്പർ 6, തേർഡ് നമ്പർ 11, ഫോർത്ത് നമ്പർ 16. ഓക്കെ, അതിനെല്ലാത്തിൻ്റെയും കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? 5 തന്നെയാണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് 5 ആണെങ്കിൽ ഡിവിസിബിൾ ബൈ 5. റിമൈൻഡർ എത്ര കിട്ടുന്നുണ്ട്? 1 കിട്ടുന്നുണ്ട്. സോ വേറെ 2 രീതിയിലും കൂടെ എന്തെഴുതി? ആ ഒരു സീക്വൻസിന് എഴുതി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീക്വൻസ് ഒരേപോലത്തെ സീക്വൻസ് ആയാലും അതിന് വേറെ വേറെ റൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഇൻ ഷോർട്ട്, നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിലോട്ട് തന്നെ വരികയാണ്. ഒരു സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്പേഴ്സിനെ എന്ത് ചെയ്യാണ്? അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. പിന്നെ പെർട്ടിക്കുലർ ഓർഡർ, ഒരു ഓർഡറിൽ ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ എന്ന് പറയുന്ന രീതിയിൽ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. അതിനെന്തുണ്ടായിരിക്കും? ഒരു ഓർഡർ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു സീക്വൻസിന് തന്നെ ഒരു 3 ടൈപ്പ് ഓർഡറിൽ അല്ലെങ്കിൽ ആ റൂളിൽ നമ്മൾ എഴുതി കാണിച്ചു എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.